ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നലെ ഫ്രിഡ്ജൊക്കെ തുടച്ച് വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വോൾട്ടേജ് ഇല്ലാന്ന് കേട്ടോ വിചാരിച്ച്. പക്ഷേ ലൂസ് കണക്ഷനായിട്ട് കറണ്ട് ഉണ്ടായിരുന്നില്ല. ഇന്ന് നേരം വെളുക്കോളം ഉച്ച വരെ അങ്ങനെ തന്നെ കേട്ടോ നിന്നത്. പിന്നെ ടാങ്കിലുള്ള വെള്ളമൊക്കെ ഒപ്പിച്ച് മഴവെള്ളമൊക്കെ പിടിച്ച് അങ്ങനെ ഒപ്പിച്ചപ്പോൾ ഇന്നാണ് ഫ്രിഡ്ജൊക്കെ ഒന്ന് ഓണാക്കി. പിന്നെ ഇതിലെ പച്ചക്കറി വണ്ടി വന്നപ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു കേട്ടോ. അതൊക്കെ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ കയറ്റി വെക്കാം. ഞാൻ ഈ മല്ലിച്ചപ്പ് വാങ്ങുമ്പോൾ ഉണ്ടല്ലോ, അവർ പറയാം നിങ്ങൾക്ക് മല്ലിച്ചപ്പ് എന്തായാലും നിർബന്ധമായിരിക്കില്ലേ. നമുക്ക് തമിഴ്നാട്ടുകാരായതുകൊണ്ട് നമുക്ക് മല്ലിച്ചപ്പ് നിർബന്ധമാണെന്നാണ് അവർ വിചാരം കേട്ടോ. നമുക്ക് സാമ്പാർക്കൊക്കെ എന്തായാലും ബിരിയാണി വെക്കാനൊക്കെ വേണമല്ലോ. അപ്പം അങ്ങനെ ഒരു കെട്ട് വാങ്ങിച്ച്. പിന്നെ എന്നെ പച്ചക്കറിയൊന്നും ഞാൻ വണ്ടിക്കാലത്തുനിന്നൊന്നും, അവിടെ തന്നെ ഇഷ്ടം പോലെ എല്ലാ സാധനങ്ങളും വരും, വന്നാലും ഞാൻ പോയി വാങ്ങലില്ല കേട്ടോ. ഒക്കെ പിന്നെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുന്നതുകൊണ്ട് ഒന്നും ഞാൻ വാങ്ങലില്ല. ഞാനാണ് ഇന്ന് ഇവിടെ പോയിട്ട് ഞാനാണ് വാങ്ങിച്ചത് കേട്ടോ. അപ്പം തക്കാളി, എനിക്ക് ഇങ്ങനത്തെ തക്കാളിയാണ് കേട്ടോ ഇഷ്ടം. അധികം പുളി ഉണ്ടാവില്ല. നമുക്ക് തക്കാളി ചട്നിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ ഇങ്ങനത്തെ തക്കാളി ആണ് നല്ലത് കേട്ടോ. സാമ്പാർക്കാണെങ്കിലും പുളിത്തക്കാളി ഇങ്ങനത്തെ ഇതും കുഴപ്പമില്ല. ഇതൊക്കെ ഭയങ്കര പുളിയായിരിക്കും കേട്ടോ. അപ്പോൾ പഴയത് കുറച്ച് 2-3 തക്കാളി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2-3 പച്ചമുളക് ഇട്ടിട്ട് നമുക്കിത് തനിച്ച് വെക്കാം. അപ്പോൾ പച്ചമുളകും തക്കാളിയും കൂടെ ഒന്നിച്ചെടുക്കാമല്ലോ. അപ്പോൾ ഈ ഇടയിലുള്ള മൂത്ത ഇലകളൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയാൽ നല്ലതാണ് കേട്ടോ, അല്ലെങ്കിൽ ചീഞ്ഞു പോകും. ഇപ്പോൾ മല്ലിച്ചപ്പൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചാൽ പച്ചമുളകൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുണ്ട് കേട്ടോ. അവിടെ ഇവർ പച്ചമുളക് പിന്നെ ഉണ്ടമുളകാണ് കേട്ടോ വാങ്ങുന്നത്. ഞാൻ പച്ചമുളക് വാങ്ങുന്നുണ്ട് കേട്ടോ. അവരറിയാം ഇത് എരിവേ ഉണ്ടാവില്ലെന്ന്. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ എരിവ് അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട് പിന്നെ ഈ പച്ചമുളകാണ് കേട്ടോ ഇഷ്ടം. ഇതിന് നല്ലൊരു ടേസ്റ്റാണ്. അതുകൊണ്ട് എനിക്ക് പച്ചമുളക് ഇതാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ട് ഞാനിതാണ് വാങ്ങിച്ചത്. അപ്പോൾ നട്ടൊക്കെ കളഞ്ഞിട്ട് പച്ചക്കറി ഇട്ടൊക്കെ കവറിൽ തന്നെ ഇട്ടാൽ എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ചെടുക്കാമല്ലോ. കുമ്പളങ്ങ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് വന്നിട്ട് മറ്റേത് പച്ചക്കറിയും കൂടെ നാശമാവും. അപ്പോൾ നമുക്കത് അങ്ങനെ പേപ്പറിൽ പൊതിഞ്ഞിട്ട് അങ്ങനെ കളക്കാക്കി തനിച്ചാക്കി പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് എടുക്കാനും എളുപ്പമാണ്. അപ്പം മുരിങ്ങയൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഓരോ തലങ്ങനെ ചീഞ്ഞ് വരും കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ നാരൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു പാത്രത്തിലിട്ട് അത് വെച്ചു കേട്ടോ. പിന്നെ ഒക്കെ ഒന്ന് ഫ്രിഡ്ജൊക്കെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഇപ്പോഴാണ് പച്ചക്കറിയൊക്കെ ആയിട്ടൊന്ന് ഫ്രിഡ്ജൊക്കെ ഒന്ന് നിറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മോദി സർക്കാരിൻ്റെ ഗ്യാസ് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അത് ഫിറ്റ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ പഴയത് അവിടെ വെച്ചതുകൊണ്ട് പുതിയ അടുപ്പൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അത് ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുക്കണം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.